Hi friends, today we are going to discuss the textual questions and activities of our beautiful poem. അല്ലെ എമിലി ഡിക്കൻസിന്റെ വളരെ മനോഹരമായിട്ടുള്ള poem ഹോപ്പ് വിത്ത് ഫെദേഴ്സ് അല്ലെ. ഹോപ്പ് എന്ന് പറയുന്ന ഹോപ്പ് ഇസ് എ തിങ്സ് വിത്ത് ഫെദേഴ്സ് എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പോമിന്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഫസ്റ്റ് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ്. നോക്കാം. വാട്ട് ഇസ് ദ ഹോപ്പ് കമ്പയർഡ് ടു ഇൻ ദിസ് പോം? അല്ലേ, നമ്മൾ പോമിന്റെ തുടക്കത്തിലേ പറയുന്നുണ്ട് പ്രതീക്ഷയെ എന്തുമായിട്ടാണ് ഈ പോമിൽ കമ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ പോയറ്റ് ഹോപ്പിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? നോക്കാം, എന്തുമായിട്ടാണ് നോക്കാം. ഹോപ്പ് ഈസ് കമ്പയർഡ് ടു എ ബേർഡ് വിത്ത് ഫെദേഴ്സ്. ഹോപ്പിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളത്? ഒരു പക്ഷിയാണ് അല്ലെ, ഒരു ബേർഡാണ് വിത്ത് ഫെദേഴ്സ് അല്ലെ, ചിറകുകളുള്ള ഒരു ബേർഡ്. Then second question, what do you think the poet means by the words hope perches in the soul? എന്താണ് നമ്മുടെ പോയറ്റ് ഇതിലൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ലൈൻ അല്ലെ, പോമിലെ രണ്ടാമത്തെ ലൈനാണ്. ഹോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ചിറകുകളുള്ള പക്ഷി എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സോൾ എന്ന് പറയുന്ന ആ ഹേർട്ടിൻ്റെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുക? ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. പെർച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇങ്ങനെ മരച്ചില്ലയിലൊക്കെ ഇങ്ങനെ ഇരിക്കില്ലേ പക്ഷികൾ, അതുപോലെ ഇരിക്കുന്നതിനാണ് പെർച്ചസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സോളിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുകയാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് കൂട് കെട്ടിയൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് ആര്? പക്ഷി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ലൈന് അല്ലെ, അതുകൊണ്ട് എന്താണ് പോയിട്ട് ഉദ്ദേശിച്ചത് എന്നാണ് ചോദിച്ചത്. നോക്കാം. The poet means that the hope lives inside our heart. പോയിട്ട് എന്ത് ഉദ്ദേശിച്ചത്? പ്രതീക്ഷ എന്ന് പറയുന്നത് പുറത്തല്ല മക്കളെ, പ്രതീക്ഷ എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാണ് പ്രതീക്ഷ ഉള്ളത് കേട്ടോ. അതാരും നമുക്ക് കൊണ്ടുതരില്ല. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളായിട്ട് എന്ത് ചെയ്യണം? നമ്മളായിട്ട് ഉണ്ടാക്കണം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ. ഓക്കെ. ഓർ സോൾ ജസ്റ്റ് ലൈക്ക് എ ബേർഡ് സിറ്റ്സ് ഓൺ ദ ബ്രാഞ്ചസ് അല്ലെ. നമ്മുടെ സോളിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള ഒരു സംഭവമാണ് എന്ത്? ഹോപ്പ് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നാണ് പോയറ്റ് പറഞ്ഞത്. ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി വന്നിരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഹോപ്പ്, പ്രതീക്ഷ എന്ന് പറയുന്നത്. ക്ലിയർ? ദ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ സോങ് അബൌട്ട് ദ ബേർഡ് സിങ്സ് അല്ലെ. വാട്ട്സ് എ സ്പെഷ്യൽ അബൌട്ട് ദ സോങ് ദാറ്റ് ദ ബേർഡ് സിങ്? എന്താണ് നമ്മുടെ ബേർഡ് പാടുന്ന ആ ഒരു സോങ്ങിന്റെ സ്പെഷ്യാലിറ്റി, പ്രത്യേകത എന്താണ്? സ്പെഷ്യൽ എന്താണ്? ആൻസർ, ദ ബേർഡ് സോങ് ഈസ് സ്വീറ്റ് ആൻഡ് നെവർ സ്റ്റോപ്പ്. എന്താണ് മക്കളെ പക്ഷി പാടുന്ന പാട്ടിന്റെ പ്രത്യേകത? വളരെ മനോഹരമാണ്, സ്വീറ്റ് ആണ്, ആൻഡ് നെവർ സ്റ്റോപ്പ്. അത് ഒരിക്കലും തന്നെ സ്റ്റോപ്പ് ആവുന്നില്ല, അവസാനിക്കുന്നില്ല. ഓക്കെ. ആൻഡ് ഇറ്റ് ഗീവ് അസ് കംഫർട്ട് ഈവൻ വെൻ ദ തിങ്സ് ആർ ഹാർഡ്. അത് നമുക്ക് എന്ത് തരുന്നുണ്ട്? ഒരു കംഫർട്ട് തരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ ഒരു ആശ്വാസം നൽകുന്നുണ്ട്. എപ്പോൾ പോലും ഈവൻ തിങ്സ് ആർ ഹാർഡ്, നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഹാർഡായിട്ടുള്ള സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ നല്ല ഒരു കംഫർട്ട് തരുന്നുണ്ട് ഹോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ ബേർഡ് സോങ് ഹേർഡ് ഇൻ ദ ഗെയിൽ അല്ലെ. ഹൗ ഇസ് ദ ബേർഡ് സോങ് ഹേർഡ് ഇൻ ദ ഗെയിൽ? ഗെയിലിൽ പോലും, എന്താ ഗെയിൽ? നല്ല ശക്തമായിട്ടുള്ള കാറ്റ്, അതിനാണ് ഗെയിൽ എന്ന് പറയുന്നത് അല്ലെ. ആ ശക്തമായിട്ടുള്ള കാറ്റിൽ പോലും നമുക്ക് എന്ത് കേൾക്കാൻ സാധിക്കും? ആ പക്ഷിയുടെ പാട്ട് കേൾക്കാൻ സാധിക്കും. ദ ബേർഡ് കേൾക്കാൻ സാധിക്കും. അത് എങ്ങനെ എന്നാണ് ചോദ്യം. നോക്കാം. ആൻസർ, ദ ബേർഡ് സോങ് ഈസ് ഹേർഡ് മോർ ക്ലിയർലി. പക്ഷിയുടെ പാട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ സാധിക്കും ഡ്യൂറിങ് സ്റ്റോം. കൊടുങ്കാറ്റിൽ പോലും, ആഞ്ഞടിക്കുന്ന വീശുന്ന കൊടുങ്കാറ്റിൽ പോലും ആ പക്ഷിയുടെ പാട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. സോ വിച്ച് മീൻസ് ഹോപ്പ് ഫീൽസ് സ്ട്രോങ്ങർ വെൻ വി ഫേസ് പ്രോബ്ലംസ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഹോപ്പ്, ഒരു പ്രതീക്ഷ അല്ലെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. എത്ര ഹാർഡായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ഒരു ഭാഗത്ത്, ഒരു വശത്ത് നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും. അത് നമ്മൾ കാണണം എന്നേ ഉള്ളൂ. ആ പ്രതീക്ഷയെ, നമ്മുടെ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ഹാർഡായിട്ടുള്ള ടൈമിൽ പോയി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ ഓവർടേക്ക് ചെയ്യാനൊരു സ്ട്രെങ്ത് ലഭിക്കും. ക്ലിയർ? ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വേർ ഹാസ് ദ പോയറ്റ് ഹേർഡ് ദ ബേർഡ് സോങ്? എവിടെ നിന്നെല്ലാമാണ് പോയറ്റ് നമ്മുടെ പക്ഷിയുടെ പാട്ട് കേൾക്കുന്നത്? നോക്കാം. ആൻസർ, ദ പോയറ്റ് ഹാസ് ഹേർഡ് ദ ബേർഡ് സോങ് ഇൻ ദ കോൾഡസ്റ്റ് പ്ലേസ് ആൻഡ് ദ സ്ട്രേഞ്ചസ്റ്റ് സീ അല്ലേ. വളരെ തണുപ്പുള്ള, നല്ല കട്ടിയായിട്ട് തണുത്തുറന്ന പ്ലേസിൽ ആണെങ്കിൽ പോലും സ്ട്രേഞ്ചസ്റ്റ് സീ, അതെന്താ?
വളരെ ഭീകരമായിട്ടുള്ള കടലിലാണെങ്കിൽ പോലും നമുക്ക് പക്ഷിയുടെ പാട്ട് കേൾക്കാൻ സാധിക്കും. ആൻഡ് മീനിങ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടൈംസ്. ഇത് രണ്ടും കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? നമ്മുടെ ലൈഫിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടൈം എന്നാണ് ഇത് രണ്ടും കൊണ്ടും ഉദ്ദേശിച്ചത്. Then sixth question, what do chillest land and the strangest sea represent? എന്താണ് ചില്ലസ്റ്റ് ലാൻഡും സ്ട്രേഞ്ചസ്റ്റ് സീയും അല്ലെ? ചില്ലസ്റ്റ് എന്നെന്താ? തണുത്തുറഞ്ഞ ലാൻഡ്, നിലം. അതേപോലെ തന്നെ സ്ട്രേഞ്ചസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള കടൽ. ഇത് രണ്ടുകൊണ്ടും പോയിട്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഓക്കെ, നോക്കാം. ദേ റെപ്രസെന്റ് ഹാർഡ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഇൻ ദ ലൈഫ്. നമ്മുടെ ലൈഫിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ട് ഏറിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ലേ, അതാണ് പോയിട്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ഈവൻ ദോസ് ടൈം ഹോപ്പ് ഇസ് ഓൾവേസ് ദർ. ആ ഒരു ടൈമിൽ പോലും എന്തുണ്ട്? ഹോപ്പ് നമ്മുടെ കൂടെ തന്നെ നമുക്കൊരു പ്രതീക്ഷയായിട്ട് ഉണ്ട്. നോക്കാം. നെക്സ്റ്റ്, ലെറ്റ്സ് അപ്രീഷിയേറ്റ് എന്ന് പറയുന്ന പാട്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അതിൽ വരുന്നുണ്ട്. വാട്ട് ഡസ് എ സ്റ്റോം ഇൻഡിക്കേറ്റ് ഇൻ ദിസ് പോം? കൊടുങ്കാറ്റ് ഈ ഒരു പോമിൽ എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നോക്കാം. ദ സ്റ്റോം മീൻസ് ഡിഫിക്കൽട്ട് ടൈംസ് ഓർ പ്രോബ്ലംസ് ഇൻ ലൈഫ്. സ്റ്റോം കൊണ്ട്, കൊടുങ്കാറ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെയും അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള ബുദ്ധിമുട്ടേറിയിട്ടുള്ള മോശപ്പെട്ടുള്ള സാഹചര്യങ്ങളെയുമാണ്. ഈവൻ ഡ്യൂറിങ് ദോസ് ടഫ് ഡേയ്സ് ഹോപ്പ് സ്റ്റേസ് സ്ട്രോങ് ആൻഡ് കീപ് സിങ് ഇൻസൈഡ് us. ഈവൻ ഡ്യൂറിങ് ദോസ് ടഫ് ടൈംസ്, ആ ഒരു ടഫ് ടൈമിൽ പോലും ഹോപ്പ് സ്റ്റേ സ്ട്രോങ് ആൻഡ് കീപ്സ് സിംഗിങ് ഇൻസൈഡ്. അല്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ഹോപ്പ് എന്തുണ്ട്? ഒരു സ്ട്രോങ് ആയിട്ട് നമ്മുടെ കൂടെ ഒരു പ്രതീക്ഷയായിട്ട് നിൽക്കുന്നുണ്ട്. ആൻഡ് കീപ് സിംഗിങ് ഇൻസൈഡ് അസ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ഉള്ളിൽ വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. Then second question, what does the poet mean by the lines never in extremity it asked a crumb of me? എന്താണ് പോയിട്ട് ഉദ്ദേശിച്ചത്? നെവർ ഇൻ എക്സ്ട്രീമിറ്റി, ഒരിക്കൽ പോലും എക്സ്ട്രീമിറ്റി ആയിട്ടുള്ള ലെവലിൽ പോകും, അത്രയും ഹാർഡായിട്ടുള്ള അവസ്ഥയിൽ പോലും എന്ത് ചെയ്യുന്നില്ല? ഇറ്റ് ആസ്ക്ഡ് എ ക്രംബ് ഓഫ് മീ. അതൊരു തരി പോലും തിരിച്ചെന്നോട് ഒന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പോയിട്ട് എന്താ ഉദ്ദേശിച്ചത് നോക്കാം. The poet means that hope never asks for anything in return even during the hardest moments. പോയിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷ ഒരിക്കലും തന്നെ തിരികെ നമ്മളോട് ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. ഈവൻ ദ ഹാർഡസ്റ്റ് മൊമെന്റ്, വളരെ ഹാർഡസ്റ്റ് ആയിട്ടുള്ള മൊമെന്റിൽ പോലും ഇറ്റ് കീപ്സ് ഹെൽപ്പിംഗ് us വിതൗട്ട് എക്സ്പെക്ടിങ് എനി റിവാർഡ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു, തിരിച്ച് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ. ക്ലിയർ? Then third question, how do the images of the bird and the storm help us understand the poem? അല്ലേ? How do the images of the bird and the storm help us understand the poem? അല്ലേ? നമ്മുടെ ബേർഡിൻ്റെ ഒരു ഇമേജും സ്റ്റോമും ഒക്കെ നമ്മുടെ ഈ പോം മനസ്സിലാക്കാൻ എത്രത്തോളം നമ്മെ സഹായിക്കുന്നുണ്ട് നോക്കാം. ആൻസർ, ദ ബേർഡ് ഈസ് എ സിംബൽ ഓഫ് ഹോപ്പ്. ബേർഡ് എന്താണ്? പ്രതീക്ഷയുടെ ഒരു അടയാളമാണ്. ആൻഡ് ദ സ്റ്റോം ഈസ് എ സിംബൽ ഓഫ് ലൈഫ് ട്രബിൾ. കൊടുങ്കാറ്റ് എന്താണ്? നമ്മുടെ ലൈഫിലുള്ള ട്രബിൾസും ബുദ്ധിമുട്ടുകളുടെയും പ്രശ്നങ്ങളുടെയും ഒരു അടയാളമാണ്. ഈവൻ ഇൻ ദ സ്റ്റോം ദ ലിറ്റിൽ ബേർഡ് കീപ് സിംഗിങ്. ഈവൻ ഇൻ ദ സ്റ്റോം, കൊടുങ്കാറ്റിൽ പോലും ദ ലിറ്റിൽ ബേർഡ് കീപ് സിംഗിങ്. എന്ത് ചെയ്യുന്നുണ്ട്? ലിറ്റിൽ ബേർഡ് പാടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ദിസ് ഷോ us hope stays with us even in our worst times give us a strength. ഇതെന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈവൻ ഇൻ അവർ വേസ്റ്റ്, വളരെ മോശപ്പെട്ട അവസ്ഥയിൽ പോലും അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ആൻഡ് ഗീവ് us strength, അത് നമുക്ക് സ്ട്രെങ്ത് തരുന്നുണ്ട്. ലെറ്റ്സ് റീകോൾ ആൻഡ് റിക്രിയേറ്റ് ആക്ടിവിറ്റി 1. നമുക്ക് നോക്കാം. ഈ ചാപ്റ്ററിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, വളരെ മനോഹരമായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമുള്ളൂ. ആക്ടിവിറ്റി 1, read these lines from the poem. Hope is the thing with feathers that perches in the soul. What picture do you get when you read this line? അല്ലേ മക്കളെ? ഇവിടെ ആദ്യത്തെ ലൈനായിരുന്നു അല്ലേ? ആദ്യത്തെ ലൈൻ എന്താണ്? ഹോപ്പ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു പക്ഷിയാണ്. എങ്ങനെയുള്ള പക്ഷിയാണ്? ഹോപ്പ് ഇസ് എ തിങ് അല്ലേ, വിത്ത് ഫെദേഴ്സ്, ചിറകുകളുള്ള ഒരു പക്ഷി. അത് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് പെർച്ചേസ് ഇൻ അവർ സോൾ ഓർ ഹേർട്ട് അല്ലേ, നമ്മുടെ സോളിൻ്റെ ഹേർട്ടിൻ്റെ ഉള്ളിൽ അത് ഇരിക്കുന്നുണ്ട് അല്ലേ? ഈ ലൈൻ കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതാണ് ചോദ്യം. നോക്കാം.
We imagine a small bird sitting gently inside a herd with a soft feathers, ready to sing sweetly to create a peaceful and comforting image. ഒരു പിക്ചറിൽ മക്കളെ ക്ലിയർ ആണ്. എന്താണ് നമ്മുടെ പോം പഠിച്ചപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്കൊരു പിക്ചർ കിട്ടിയില്ലേ? ആ പിക്ചർ തന്നെയായിരിക്കും നമ്മുടെ മൈൻഡിൽ വരുന്നത്. എന്താണ്? ഒരു മനോഹരമായിട്ടുള്ള ഒരു പക്ഷി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മനോഹരമായിട്ട് കൂട് കൂട്ടിയിട്ട് നല്ല ഭംഗിയുള്ള പാട്ടൊക്കെ ഇങ്ങനെ പാടുന്നൊരു പിക്ചറാണ് നമുക്ക് ലഭിക്കുക. ദെൻ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് നോക്കാം? ഇമേജറി എന്താ നോക്കാം. ഇമേജറി, ദ വേ ദ പോയറ്റ് യൂസസ് ഇമേജസ് ടു ക്രിയേറ്റ് എ സെൻസറി എക്സ്പീരിയൻസ്. ദ ഇമേജസ് മേ അപ്പീൽ ടു എനി ഓഫ് ദം 5 സെൻസസ്. ഇമേജുകൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മക്കളെ? 5 എണ്ണമാണ്. സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ്, ടച്ച്. അല്ലേ? നമ്മുടെ 5 സെൻസ് ഓർഗൻസ് എന്തൊക്കെയാണ് മക്കളെ? 5 സെൻസ് ഓർഗൻസ്. കണ്ണ് അല്ലേ? കണ്ണ്, അതുപോലെ മൂക്ക്, അതുപോലെ എന്താണ് ഹിയർ ചെയ്യുന്ന ഇയർ അല്ലേ? അതുപോലെ ടേസ്റ്റ് ചെയ്യുന്ന ടെങ്. അഞ്ചാമത്തെ ഏതാണ്? സ്കിന്ന് അല്ലേ? ഈ 5 ഫീലിങ്സ് ലഭിക്കുന്ന വസ്തുക്കളെ നമ്മൾ ഇമേജുകൾ 5 എണ്ണമാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്, സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്നത്, ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്, ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ 5 ടൈപ്പ് ഓഫ് ഇമേജുകൾ ഉണ്ട്. അപ്പോൾ പോയിറ്റ്സ് അത് യൂസ് ചെയ്യുമ്പോൾ കവിത എന്തായി കിട്ടും? നമുക്ക് ആ കവിത ഫീൽ ചെയ്ത പോലെ തോന്നും. ഒരു എക്സാമ്പിളിന് ഞാൻ പറയാം, നമ്മുടെ ഒരു പോയറ്റ് ഒരു കവിത എഴുതുമ്പോൾ ആ പോയറ്റ് ഒരു മരത്തിൻ്റെ താഴെ ഇരുന്നിട്ട് ഒരു പുഴയെ നോക്കിയിട്ടാണ് എഴുതുന്നത്. പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അപ്പോൾ അത് ആ പോയറ്റ് അതിലോട്ട് എഴുതുമ്പോൾ അത് കാണുന്ന, പിന്നെ അത് വായിക്കുന്ന നമ്മുടെ മൈൻഡിലും അവിടെ ഇരുന്ന് അത് കാണുന്നൊരു മൈൻഡ് നമുക്ക് കിട്ടണം അല്ലേ? അത് വായിക്കുന്ന റൈറ്റേഴ്സിന് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമേജുകൾ യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് പോയറ്റ്സുകളൊക്കെ ഇങ്ങനെയുള്ള ഇമേജസുകൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി പോലെ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. കൈൻഡ് ഓഫ് ഇമേജ്. 5 ടൈപ്പ് ഇമേജുകളാണ് നമുക്കുള്ളത്. 5 ടൈപ്പ് ഇമേജുകളുണ്ട്. ഫസ്റ്റ് വൺ വിഷ്വൽ ആണ്, കാണാൻ സാധിക്കുന്നത്. സൈറ്റ്, കാണാൻ സാധിക്കുന്നതാണ്. കാണാൻ സാധിക്കാൻ നമ്മുടെ കണ്ണിൽ എന്തൊക്കെ വരും? യെസ്, അതിൻ്റെ കളേഴ്സ് വരും. പിന്നെ ഒരു പൂവാണെങ്കിൽ തന്നെ നിങ്ങൾ ഓർത്ത് നോക്കിയേ, നമുക്ക് ആ പൂവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൊരു പൂവിൻ്റെ പിക്ചർ വരുമ്പോൾ, ഒരു മൈൻഡിനുള്ളൊരു പൂവിൻ്റെ പിക്ചർ വരുമ്പോൾ എന്തൊക്കെ വരും? ആ പൂവിൻ്റെ ഷേപ്പ് വരും, അതിൻ്റെ സൈസ് വരും, അതിൻ്റെ കളേഴ്സ് വരും അല്ലേ? ഒരു പൂവാകുമ്പോൾ അതിൻ്റെ കളേഴ്സ്, ഷേപ്പ്, അതിൻ്റെ സൈസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഷേപ്പിൻ്റെ കൂടെ നമുക്ക് സൈസും ഒക്കെ കൊടുക്കാം. ദെൻ ഓൾ ഫാക്ടറി സ്മെൽസ്. എന്താണ് ഈ ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ? സ്മെല്ല് ചെയ്യാൻ സാധിക്കുന്ന ഇമേജുകൾക്കാണ് ഓൾ ഫാക്ടറീസ് ഇമേജറി എന്ന് പറയുന്നത്. എന്തൊക്കെയാ മക്കളെ നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ? ഫ്രാഗ്രൻസ് അല്ലേ? എന്താണ് ഫ്രാഗ്രൻസ് പറഞ്ഞാൽ? മണം. ആൻഡ് ദ സ്മോക്ക് അല്ലേ? പുക പോലത്തെ ആ ഒരു സ്മെല്ല് അല്ലേ? ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? സ്മെല്ലിങ്ങിലൂടെ പറയുമ്പോൾ നമുക്ക് അല്ലേ, നമ്മുടെ പൂക്കളുടെ മണത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഓൾ ഫാക്ടറി ഇമേജസ് ആണ് കിട്ടുന്നത്. ദെൻ ടാക്റ്റിൽ മീൻസ് എന്താണ്? ടച്ച് ചെയ്യുക. എന്താണ്? ഫീൽ ചെയ്യുക അല്ലേ? ഐ മീൻ എന്താ? സ്മൂത്ത്, കോൾഡ്, തണുപ്പ്, ഹീറ്റ് എന്നൊക്കെ പറയില്ലേ? ആ സമയത്ത് അവർ കാറ്റ് വീശി എന്നൊക്കെ പറയുമ്പോൾ, കാറ്റ് വീശിയിട്ട് അവരിങ്ങനെ തണുത്ത് മരവിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും മക്കളെ? അത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ദാറ്റ് ഈസ് എന്താണ്? ടാക്റ്റിൽ ഇമേജറിയാണ്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ ഓഡിറ്ററി ഇമേജസ്. സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നത് അല്ലേ? മ്യൂസിക്, വിസ്പർ അല്ലേ? അതുപോലെ നമ്മുടെ പോമിലുണ്ട് സ്റ്റോം നമുക്ക് കേൾക്കാൻ, നമുക്ക് കൊടുങ്കാറ്റ് വീശുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരുപാട് ഈ ഓഡിറ്ററി ഇമേജസും വിഷ്വൽ ഇമേജസ് ആണ് കൂടുതൽ ഉണ്ടാവാറുള്ളത് കേട്ടോ. കേൾക്കാൻ സാധിക്കുന്ന ഒരുപാട് ഉണ്ടാവാറുണ്ട്. ദെൻ ഗസ്റ്റേറ്ററി ഇമേജസ്. വാട്ട് യു മീൻ ബൈ ഗസ്റ്റേറ്ററി ഇമേജസ്? ദാറ്റ് ഈസ് എ ടേസ്റ്റ് അല്ലേ? എന്താണ്? ടേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്വീറ്റ്, ബിറ്റർ, കയ്പ്പ്, അതുപോലെ സ്വീറ്റ്, മധുരം, സോർ, പുളി, ഇങ്ങനെയുള്ളതൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഫീൽ ചെയ്യാൻ സാധിക്കും. ക്ലിയർ? Then third one, now shall we list the different kinds of images in the poem? List, fill in the table. അല്ലേ? നമുക്കിവിടെ ഇമേജസുകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പോമിൽ നിന്നും അതൊന്ന് ഫില്ല് ചെയ്യാം. നോക്കാം. വിഷ്വൽ ഇമേജുകളും ഓഡിറ്ററി ഇമേജും മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. വിഷ്വൽ ഇമേജിൽ ഹോപ്പ് ഇസ് ദ തിങ് വിത്ത് ഫെദേഴ്സ്, വി ഇമാജിൻ എ ബേർഡ് വിത്ത് സോഫ്റ്റ് ഫെദേഴ്സ്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് മൈൻഡിൽ? ഒരു ചിറകുകളുള്ള ഒരു പക്ഷിയുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നുണ്ട്. Then auditory images, and sings the tune with the words, we hear the soft and endless sound of the bird. ആ പക്ഷിയുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എൻഡ്ലെസ് ആയിട്ടുള്ള പാട്ട് നമുക്ക് ഇങ്ങനെ ഓഡിറ്ററി ചെയ്യാൻ സാധിക്കും. ക്ലിയർ? Then activity 2,
ലുക്ക് അറ്റ് ദ ലൈൻസ് ബിലോ ആൻഡ് നോട്ട് ദ വേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ലൈൻ. അല്ലെ, നോക്കല്ലേ, നമുക്ക് എന്താണ് ഈ പറയുന്നത് നോക്കാം. ദ സ്വീറ്റസ്റ്റ് ഇൻ ദ ഗെയിൽ ഈസ് ഹേർഡ് ഐ കുഡ് അബാഷ് ദ ലിറ്റിൽ ബേർഡ്. അല്ലെ, ഈ എൻഡ് ഓഫ് ദ ബേർഡിലോട്ടൊന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹേർഡ്, ബേർഡ്. അല്ലെ, ഇത് നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിരുന്നു മക്കളെ? റൈമിംഗ് വേർഡ്സ് ആണെന്ന് അറിയാൻ. ഡു ദ എൻഡിങ് ഓഫ് ദോസ് വേർഡ് സൗണ്ട്സ് അലൈക്ക് ഓഫ് ദ വേർഡ്സ് ഹേർഡ് ആൻഡ് ബേർഡ് സൗണ്ട് അലൈക്ക്. അല്ലെ, രണ്ട് സൗണ്ട് എങ്ങനെയാണ്? ഹേർഡ്, ബേർഡ് എന്ന് പറയുമ്പോൾ ഒരേപോലെയാണ് സൗണ്ട് അവസാനിക്കുന്നത്. വാട്ട് ഡു വി കോൾ സച്ച് എ വേർഡ്സ്? ഇങ്ങനെയുള്ള വേർഡ്സ് നിങ്ങൾ എന്ത് പറയും? വി കോൾ ദം റൈമിംഗ് വേർഡ്സ്. അല്ലേ, ഇത് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. Words that end with the same sound are called rhyming pairs. They make the poem sound more musical. മനോഹരമാക്കൂട്ടോ. The words heard and bird are rhyming words. Their ending sound similar, making the poem more musical. Such words at the end of this line in a poem are often called rhyming pairs. അല്ലേ, അവർ നമ്മൾ എന്ത് പറയും? റൈമിംഗ് പേഴ്സ് എന്ന് പറയാറുണ്ട്. അല്ലേ, നമുക്ക് നോക്കാം. ഈ ഒരു റൈമിംഗ് പേഴ്സ് ഈ പോം എന്നുള്ളത് ഹേർഡ്, ബേർഡ്, സോൾ, ഓൾ, സ്റ്റോം, വാം, സി, മീ. അല്ലേ മക്കളെ, അത് പറയുമ്പോൾ തന്നെ ഒരു മനോഹാരിത ഉണ്ട്. അല്ലേ, അതാണ് റൈമിംഗ് വേർഡ്സ്. അല്ലേ, അതിൻ്റെ സൗണ്ട് എൻഡിങ് ഒക്കെ, സൗണ്ടിൻ്റെ ഒരു എൻഡിങ് ഒരേപോലെ ആയിരിക്കും അവസാനിക്കുക. ദെൻ ആക്ടിവിറ്റി 3, read the following lines. Hope is a thing with feathers that perches on the soul. What is hope compared to? Hope എന്തിനെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? Here hope is considered the thing with the feathers. A direct relation is made between hope and bird. അല്ലേ, ഹോപ്പിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് ബേർഡുമായിട്ടാണ്. ദിസ് ഈസ് കോൾഡ് an example of the metaphor. മെറ്റാഫറിന് എക്സാമ്പിളാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അല്ലേ, and metaphor is a figure of speech that presents two unrelated object experience as one and the same. അല്ലേ, മെറ്റാഫർ എന്ന് പറഞ്ഞ എന്താ മക്കളെ? രണ്ട് വസ്തുക്കൾ, അൺറിലേറ്റഡ് ഒബ്ജക്റ്റ്, ഒരു ബന്ധമില്ലാത്ത രണ്ട് വസ്തുക്കളെ അല്ലെ അനുഭവങ്ങളെ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ്. വൺ ആൻഡ് ദ സെയിം, മറ്റ് ഒന്നിനെ പോലെ കമ്പയർ ചെയ്തിട്ട് സെയിം ആയിട്ട് പോലെ കമ്പയർ ചെയ്യാണ് കേട്ടോ, ഒരേപോലെ കമ്പയർ ചെയ്യാം. ദെൻ അതർ ഇൻസ്റ്റൻസ് ഓഫ് ദ മെറ്റാഫർ ഇൻ ദ പോം. അല്ലെ, ഈ പോമിലെ മറ്റ് മെറ്റാഫറുകൾ ഉദാഹരണങ്ങൾ നോക്കാം. ദാറ്റ് പെർച്ചസ് ഇൻ ദ സോൾ. എന്താണ്? നമ്മുടെ സോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂട് കെട്ടിയിട്ട് ഇരിക്കുക, അല്ലെ, കൂട് വെട്ടിയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അല്ലെ, ഹോപ്പ് ഇസ് ലൈക്ക് എ ബേർഡ് സിറ്റിംഗ് ക്വയറ്റ്ലി ഇൻ ദ സോൾ. അല്ലെ, എന്താണ്? ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ സോളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു പക്ഷിയെ പോലെയാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് സിങ്സ് എ ട്യൂൺ വിത്തൗട്ട് ദ വേർഡ്സ്. ഹോപ്പ് ഈസ് ഷോൺ ആസ് സിംഗിങ് എ സൈലന്റ് സോങ് ജസ്റ്റ് ലൈക്ക് എ ബേർഡ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോപ്പിന് പാട്ട് പാടുന്ന, വളരെ സൈലന്റ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടുന്ന ഒരു പക്ഷിയായിട്ടാണ് ഹോപ്പിനെ കമ്പയർ ചെയ്തത്. ത്രൂ ഔട്ട് മൊത്തം ബേർഡായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ദാറ്റ് കെപ്റ്റ് സോ മെനി വാം. അതെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പേർക്ക് ചൂട് പകർന്നിട്ടുണ്ട്, ഒരുപാട് പേർക്ക് ആശ്വാസം പകർന്നിട്ടുണ്ട്. എന്താണ്? ഹോപ്പ് ഈസ് ലൈക്ക് എ വാം ഓർ കംഫോർട്ട് ഡ്യൂറിങ് ദ ഹാർഡ് ടൈംസ്. ഹോപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഹാർഡ് ടൈമിൽ ഒരുപാട് ആളുകൾക്ക് ചൂടും ആശ്വാസവും പകർന്നിട്ടുണ്ട്. ദിസ് ആർ ദ മെറ്റാഫിക്സ് വെർ ഹോപ്പ് ഈസ് ഡയറക്റ്റ്ലി ഡിസ്ക്രൈബ് സംതിങ് എൽസ്. ബേർഡ്, സോങ്, വാം. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ബേർഡ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഹോപ്പിനെ ബേർഡായിട്ടും ബ്യൂട്ടിഫുൾ സോങ് ആയിട്ടും ചൂട് പകരുന്ന ഒരു വസ്തുവായിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കമ്പയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? We use metaphors not only the literary context but in even our everyday speech. Read the following metaphors and add your example to this. മെറ്റാഫർ നമ്മൾ പോമിൽ മാത്രമല്ല യൂസ് ചെയ്യുക, നമ്മുടെ റിയൽ ലൈഫിൽ പ്രസംഗമൊക്കെ പറയുന്നവർ അനവും പറയില്ലേ, അവരതുപോലെ അതുപോലെ ഇതുപോലെ എന്നൊക്കെ പറഞ്ഞ് നല്ല കമ്പാരിസൺ നടക്കാറുണ്ട്. അല്ലേ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം. ലൈഫ് ഈസ് എ ജേണി. ജീവിതം എന്ന് പറയുന്നത് ഒരു മനോഹരമായിട്ടുള്ള യാത്ര അല്ലേ മക്കളെ? അത് എല്ലാവരും പറയുന്ന ഡയലോഗ് അല്ലേ. ജീവിതത്തെ യാത്രയുമായിട്ട് കമ്പയർ ചെയ്യാണ്. അല്ലേ, എന്നല്ലെങ്കിൽ നാളെ അവസാനിക്കാവുന്ന മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് എന്തെന്ന് പറയുന്നത്? ലൈഫ് എന്ന് പറയുന്നത്. അല്ലേ, ദെൻ നോളജ് ഇസ് ലൈഫ്. അല്ലേ, നോളജ് ഇസ് ലൈറ്റ്. എന്താണ്? വിവരം, വെളിച്ചം, വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു പ്രകാശമാണ് മനുഷ്യന്റെ ലൈഫിൽ. അല്ലേ, അതും ഒരു കമ്പാരിസൺ ആണ് കേട്ടോ. നോളജിനെ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാണ്. ബുക്സ് ആർ വിൻഡോസ് ടു ദ വേൾഡ്. അല്ലെ, ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടുന്ന ഒരു ബുക്കാണ് എന്ത്? വിൻഡോ ആണ് എന്ത്? ബുക്ക് എന്ന് പറയുന്നത്. അല്ലെ, ഇവിടെ ബുക്സിനെ വിൻഡോ ആയിട്ടാണ് കാണിക്കുക. എന്താണ് ഉദ്ദേശിച്ചത്? അറിവാണ്. അല്ലേ, ബുക്കിലൂടെ ലോകത്തെ മുഴുവൻ കുറിച്ചുള്ള അറിവ് കിട്ടും. ബുക്ക് നല്ലപോലെ വായിക്കുന്നവർക്ക് ഒരു വിൻഡോ ടു ദ വേൾഡ് എന്നാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ടൈം ഈസ് മണി. ടൈം, സമയം എന്ന് പറയുന്നത് എന്താണ്? പണമാണല്ലോ. ടൈം പോയാൽ പോയി എന്ന പോലെയാണ് നമ്മൾ പറയാറില്ല ചില സമയത്ത്. പൈസയും അതേപോലെ സമയം രണ്ടും പോയാൽ ചിലപ്പം തിരിച്ചു കിട്ടില്ല എന്നൊക്കെ പറയും. രണ്ടിനും ഭയങ്കര വാല്യൂ ആണെന്നും പറയാറുണ്ട്. രണ്ടിനും ഒരേപോലെ. ടൈമിനും ഭയങ്കര വാല്യൂ ആണ്,
മണിക്കും നല്ല വാല്യൂ ആണ്. ആങ്കർ ഇസ് ഫയർ, ദേഷ്യം എന്ന് പറയുന്നത് തീയാണ്. അത് നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് തീയാണ് അല്ലേ. അത് നമ്മൾ സ്വയം കത്തും ചെയ്യും, മറ്റുള്ളവരെ ചുറ്റുപാടുള്ളവരെ കത്തിക്കുകയും ചെയ്യും. നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ തീപിടുത്തണ്ടായ അല്ലേ. സോ എന്ത് ചെയ്യും, ആങ്കർ ഈസ് ഫയർ അല്ലേ. ദ ക്ലാസ് റൂം വാസ് സൂ, ക്ലാസ് റൂം എന്താണ്, ഒരു മൃഗശാലയാണ്. നമ്മൾ ടീച്ചേഴ്സൊക്കെ പറയുക എന്താണിത്, കുറയണം അവിടെ കുറയണം ഇവിടെ കുറയണം അങ്ങനെ കുറയണം, ഈ രൂപത്തിൽ നടക്കുന്നത് കുറയണം ആ രൂപത്തിൽ നടക്കുന്നത്, കുറേ ആളുകൾക്ക് ഈ ക്യാരക്ടറാണ് കുറേ ആളുകൾക്ക് ആ ക്യാരക്ടറാണ്. ക്ലാസ് റൂം എന്താണ് മക്കളെ, ഒരു സൂ ആണ്. വ്യത്യസ്ത വിഷയങ്ങൾ പഠിക്കുന്ന, വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത കാര്യങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് ക്ലാസ് റൂം. Then activity 4. Read this line from the poem and sing the tune without the words and never stop at all. What do you notice about these lines? Both lines begin with the word and. എന്താണ് മക്കളെ, രണ്ട് ലൈനും ആൻഡ് കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. Part of this repetition create flowing and continuous of feeling. It shows the hope never stop. It goes on just like the lines. അല്ലേ, ഇത് ഒരു ഫ്ലോയിങ് തരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു കണ്ടിന്യൂഷൻ തരും, നമ്മുടെ ഫീലിങ്ങിന് ഒരു കണ്ടിന്യൂഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ അത് എൻഡിങ് ആവാത്ത പോലെ തോന്നും, ആൻഡ് അങ്ങനെ പോവല്ലേ. അതുകൊണ്ട് തന്നെ ഹോപ്പ് ഈസ് നെവർ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലോയിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ആൻഡ് ഗോസ് ഓൺ ജസ്റ്റ് ലൈക്ക് എ ലൈൻസ് അല്ലെ, ലൈനുകൾ ഇങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് ഫ്ലോ ചെയ്ത് പോകുന്ന പോലെ തന്നെ ഹോപ്പ് എന്ത് ചെയ്യാണ്, ഒരിക്കലും എൻഡ് ആവുന്നില്ല, ഒന്നിൽ നിന്നും ഒന്നിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോവും. വാട്ട് ഇസ് ദ കൈൻഡ് ഓഫ് റിപ്പീറ്റേഷൻ ഇസ് കോൾഡ്? ഈ റിപ്പീറ്റേഷൻ എന്ത് വിളിക്കാം മക്കളെ, ഒന്നും വിളിക്കണ്ട, അനോഫോറ എന്ന് വിളിക്കാം അല്ലേ. നോക്കാം. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ വേർഡ് എ ഫ്രേസ് ഓഫ് ദ ബിഗിനിങ് ഓഫ് സക്സസീവ് ലൈൻസ് ഇൻ ദ poem is passage is anaphora. It is often used to the emphasis. മക്കളെ ഇതിന്റെ സക്സീവ് എന്ന് പറഞ്ഞാൽ സക്സീവ് എന്ന് പറഞ്ഞ മക്കളെ എന്താ സക്സീവ് കൊണ്ട് ഉദ്ദേശിച്ചത്? സക്സീവ് എന്ന് പറഞ്ഞാൽ സക്സീവ് എന്ന് മീൻസ് കണ്ടിന്യൂ ആയിട്ട് പോകുന്ന അല്ലേ, അല്ലാതെ ഇവിടെ ഒരു ആൻഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ല. കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ലൈനുകളിൽ ബിഗിനിങ്ങിൽ ഒരു വേർഡോ ഫ്രേസോ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് നമ്മൾ അനഫോറ എന്ന് പറയുന്നത്. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. Now pick out the other instant anaphora in the poem. And sweetness in the gale is heard and sore must be the storm എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ആൻഡ് വന്നിട്ടുണ്ട്. ക്ലിയർ? സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോയറ്റിക് ഡിവൈസസ് നമ്മൾ ആദ്യം സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ഈ ചാപ്റ്ററിൽ ഒന്നും കൂടി എടുത്തു പറഞ്ഞിട്ടുള്ള പോയറ്റിക് ഡിവൈസുകളാണ് അനോഫെറ, മെറ്റാഫെറ ഒക്കെ അല്ലേ. അനോഫോറ, മെറ്റാഫെറ, അതുപോലെ റൈമിംഗ് വേർഡ്സ്, ഇതൊക്കെ ഇവർ എടുത്ത് പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് എക്സാമിന് നമ്മൾ എടുത്തു വന്നിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് എന്തായാലും മസ്റ്റായിട്ട് ചോദിക്കും. ഓക്കെ, പോമുണ്ടോ അതിൽ പോയറ്റിക് ഡിവൈസസ് ചോദിക്കും. എക്സ്പെഷ്യലി എന്ത് ചോദിക്കും, ഇമേജറികൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു, 5 ഇമേജറികൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു പോം തന്നിട്ട് അതിൽ നിന്ന് 5 ഇമേജറികൾ തരുന്ന ഏതെങ്കിലും ഒരു ഇമേജറികൾ അതിൽ നിന്ന് എടുത്ത് എഴുതാൻ വരും. അതുപോലെ അതിലെ മെറ്റാഫർ യൂസ് ചെയ്തിട്ടുള്ള ഏത് പോയറ്റിക് ഡിവൈസസ് മെറ്റാഫർ ഏതാണെന്നുള്ള എഴുതാൻ വരും. അതുപോലെ അനഫോറ യൂസ് ചെയ്തിട്ടുള്ള പോമിനെയായിരിക്കും നിങ്ങൾക്ക് തിരക്കാൻ അനഫോറ പഠിപ്പിച്ചുകൊണ്ട്. അതുപോലെ തന്നെയാണ് റൈമിംഗ് വേർഡ്സ്. ഇത് 4 സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റി ആയിട്ട് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ മെറ്റാഫർ, അനഫോറ, അതുപോലെ റൈമിംഗ് വേർഡ്സ് അല്ലേ, ഇത് ഇമേജറികൾ 5 ഇമേജറികൾ, ഇതൊന്നും എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അത് സിമ്പിളായിട്ടുള്ള പോയറ്റിക് ഡിവൈസസുകളാണ്. ഇതൊക്കെ നമുക്ക് ഒരുപാട് ഉള്ളിലൂടെ ചിന്തിക്കാൻ മാത്രമൊന്നുമില്ല, നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന പോയറ്റിക് ഡിവൈസസുകളാണ്. സോ നോക്കാം, നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം.